എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ക്ലാസ് 9th NCERT സഞ്ജയൻ എന്ന ബുക്കിലെ ഗദ്യഖണ്ഡിലെ 4ാമത്തെ ചാപ്റ്ററായ വൈജ്ഞാനിക് ചേതന കെ വാഹക് ചന്ദ്രശേഖർ വെങ്കട്ട് രാമൻ്റെ ക്വസ്റ്റ്യൻ ആൻസറാണ്. അതിൻ്റെ ക്ലാസ് ഞാൻ ഇട്ടിട്ടുണ്ട്, കേൾക്കാം. നോക്കാം നമുക്ക്. നിമ്നലിഖിത പ്രശ്നം കെ ഉത്തർ ഏക് ദോ പങ്ക്തിയോ മേ ലിഖിയേ. ഒന്നോ രണ്ടോ സെൻറ്റൻസിൽ എഴുതാനുള്ളതാണ്. മഹാദേവ് ബായി അപ്ന പരിചയ് കിസ് രൂപമേ ദേത്തേത്. മഹാദേവ് ബായി എങ്ങനെയാണ് തന്നെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തിരുന്നത്? മഹാദേവ് ബായി അപ്ന പരിചയ് ഗാന്ധിജി കെ ഹമ്മാൽ തഥാ പീർ ബാവർച്ചി ഘർ കെ രൂപമേ ദേത്തേത്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ചാപ്റ്റർ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഗാന്ധിജിയുടെ മന്ത്രിയായിരുന്നു. അപ്പോൾ അദ്ദേഹം മറ്റുള്ളവരെ തന്നെ പരിചയപ്പെടുത്തി കൊടുത്തിരുന്നത് ഗാന്ധിജിക്ക് ഹമ്മാൽ തഥാ പീർ ബാവർച്ചി, അതായത് എന്താണ് ഭാരം ചുമക്കുന്ന കഴുത എന്ന അർത്ഥത്തിലുള്ളതാണ് ഹമ്മാൽ തഥാ പീർ ബാവർച്ചി എന്ന് പറയുന്നത്. അതായത് ഗാന്ധിജിയുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു 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 ഉദ്യോഗസ്ഥൻ എന്നുള്ള രീതിയിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? യങ് ഇന്ത്യ സപ്താഹിക് മേ ലേഖോं की कमी क्यों रहने लगी? യങ് ഇന്ത്യ സപ്താഹിക്കിൽ ഈ ലേഖനങ്ങൾ എഴുതുന്ന ആൾക്കാരുടെ കുറവ് എന്തുകൊണ്ടാണ് ഉണ്ടായത്? അപ്പോൾ യങ് ഇന്ത്യ സപ്താഹിക്ക് മുഖ്യ ലേഖ हार्निमन को अंग्रेज सरकार ने देश निकाला, इंग्लैंड बेच दिया, इसलिए लेखों की कमी रहने लगी. അതായത് യങ് ഇന്ത്യയിൽ എന്താണ് മുഖ്യ ലേഖകനായ യങ് ഇന്ത്യ എന്താണ് നമ്മൾ പഠിച്ചത്? ഒരു ഇംഗ്ലീഷ് ഡെയിലി ന്യൂസ് പേപ്പറായിരുന്നു. അപ്പോൾ അതിൻ്റെ മുഖ്യ ലേഖക് അതിലെഴുതിയിരുന്ന വെച്ചാൽ ആ എഡിറ്റർ ആരായിരുന്നു? ഹാർനിമൻ ആയിരുന്നു. അപ്പോൾ ഹാർനിമന് അംഗ്രേസ് സർക്കാർ എന്ത് ചെയ്തു? ബ്രിട്ടീഷ് സർക്കാർ ദേശദ്രോഹ കുറ്റം ചുമത്തി ഇംഗ്ലണ്ടിലേക്ക് അയച്ചു. അതുകൊണ്ട് ആ ലേഖനങ്ങൾ എഴുതുന്ന ആൾക്കാരുടെ കുറവുണ്ടായി എന്നാണ് ആൻസർ. നെക്സ്റ്റ് എന്താണ്? ഗാന്ധിജിനെ യങ് ഇന്ത്യ പ്രകാശിത് കർണയ്ക്ക് വിഷയമേ ക്യാ നിശ്ചയിക്കുക. ഗാന്ധിജി അപ്പോൾ യങ് ഇന്ത്യ ഗാന്ധിജി ഏറ്റെടുക്കുകയും അത് പബ്ലിഷ് ചെയ്യാനായിട്ട് അദ്ദേഹം എന്ത് തീരുമാനങ്ങളാണ്, എന്ത് നിശ്ചയമാണ് എടുത്തത്? ഗാന്ധിജിനെ നിശ്ചയിക്കിയാക്കി യങ് ഇന്ത്യ ഹഫ്തേമേ 2 ബാർ ചപ്പേകി. അപ്പം യങ് ഇന്ത്യ ആഴ്ചയിൽ ഒരിക്കലായിരുന്നു പുറത്തിറങ്ങിയിരുന്നത്. അപ്പോൾ ഗാന്ധിജി അത് ഏറ്റെടുത്തപ്പോൾ ഗാന്ധിജി എന്ത് തീരുമാനിച്ചു? യങ് ഇന്ത്യ ആഴ്ചയിൽ 2 പ്രാവശ്യം ഹഫ്തേമേ 2 ബാർ ആഴ്ചയിൽ 2 പ്രാവശ്യം അച്ചടിച്ച് പുറത്തിറക്കാനായിട്ട് അദ്ദേഹം തീരുമാനിച്ചു. ഗാന്ധിജി സെ മിൽനെ സെ പഹലെ മഹാദേവ് ബായി കഹാ നൗകരി കർത്തേ थे. ഗാന്ധിജിയെ കാണുന്നതിന് മുമ്പ് മഹാദേവ് ബായി എവിടെയായിരുന്നു ജോലി ചെയ്തിരുന്നത്? ഗാന്ധിജി സെ മിൽനെ സെ പഹലെ മഹാദേവ് ബായി സർക്കാർ കെ അനുവാദ വിഭാഗമേ. ഗാന്ധിജീനെ കാണുന്നതിന് മുമ്പ് മഹാദേവ് ബായി എവിടെയാണ് വർക്ക് ചെയ്തിരുന്നത്? ഗവൺമെൻറ്റിൻ്റെ സർക്കാർ വിഭാഗത്തിൽ ട്രാൻസ്ലേറ്റിംഗ് വിഭാഗത്തിലാണ് ജോലി ചെയ്തിരുന്നത്. മഹാദേവ് ബായിക്ക് ചോലോമേ ക്യാ ബരാ രഹതാ ഥാ. മഹാദേവ് ബായിയുടെ ചോല എന്ന് പറഞ്ഞാൽ എന്താണ്? സഞ്ചി. പണ്ടത്തെ കാലത്തെ സഞ്ചികൾ അതിലെന്തായിരുന്നു? ബര എന്ന് പറഞ്ഞാൽ നിറഞ്ഞിരിക്കുക. എന്തായിരുന്നു നിറഞ്ഞിരുന്നത്? മഹാദേവ് ബായിക്ക് ചോലോമേ സമാചാർ പത്ര, മാസിക്, പത്രികായെ അവർ പുസ്തക് ഭരി രഹത്തി ഥി. ന്യൂസ് പേപ്പറുകൾ, അതുപോലെ തന്നെ മാസികകൾ, പേപ്പറുകൾ, പിന്നെ വായിക്കാനുള്ള പുസ്തകങ്ങൾ, ഇതെല്ലാം നിറഞ്ഞിരുന്നു എന്ന്. അദ്ദേഹം ഭയങ്കര വായനയിൽ ഇൻട്രസ്റ്റ് ഉള്ള കൂട്ടത്തിലായിരുന്നു. മഹാദേവ് ബായിനെ ഗാന്ധിജി की कौन सी प्रसिद्ध पुस्तक का अनुवाद किया था? അദ്ദേഹം മഹാത്മാഗാന്ധിയുടെ ഏത് പ്രസിദ്ധമായ പുസ്തകമാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്? മഹാദേവ് ബായിനെ ഗാന്ധിജി ദ്വാര ലിഖിത് സത്യ കെ പ്രയോഗ അംഗ്രേസി മേ അനുവാദ കിയ. ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേരാണ് സത്യ കെ പ്രയോഗ. അദ്ദേഹം അത് ഹിന്ദിയിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തു. അഹമ്മദാബാദ് സെ കോൺ സെ 2 സപ്താഹിക് നികൽത്തേ थे. അഹമ്മദാബാദിൽ നിന്നും ഏത് 2 ദിനപത്രങ്ങളാണ് ഇറങ്ങിയിരുന്നത്? അഹമ്മദാബാദ് സെ യങ് ഇന്ത്യ और നവജീവൻ നാമക് 2 സപ്താഹിക് നികൽത്തേ थे. അപ്പോൾ അന്നത്തെ കാലത്ത് യങ് ഇന്ത്യയും അത് ഗാന്ധിജിയാണ് അതെല്ലാം എഡിറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ
യങ്ങിൻ്റെയും പബ്ലിഷ് ചെയ്തിരുന്നത് യങ്ങിൻ്റെയും നവജീവൻ എന്ന് പറഞ്ഞ ന്യൂസ് പേപ്പറും. മഹാദേവ് ഭായി ദിൻമേ കിത്തനി ദേർ കാം കർത്തേത്, ഇതൊക്കെ ചിലപ്പോൾ ഒരു ദിവസം വൺ വേർഡ് വരാനും ചാൻസ് ഉണ്ട്. മഹാദേവ് ഭായി ദിൻമേ ദിവസത്തിൽ എത്ര ദിവസമാണ് എത്ര ടൈമാണ് ജോലി ചെയ്തിരുന്നത്? മഹാദേവ് ഭായി ദിൻമേ 17-18 ഗണ്ടേ കാം കർത്തേത്, 17-18 മണിക്കൂർ അദ്ദേഹം കണ്ടിന്യൂസ് ആയിട്ട് ഒരു ദിവസം ജോലി ചെയ്തിരുന്നു, വർക്ക് ചെയ്തിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മഹാദേവ് ഭായി സെ ഗാന്ധിജി की निकटता किस वाक्य से सिद्ध होती है? മഹാദേവ് ഭായിക്ക് ഗാന്ധിജിയോടുള്ള അറ്റാച്ച്മെൻറ്റ് ഏത് വാക്കിൽ നിന്നാണ്, ഗാന്ധിജിയുടെ ഏത് വാക്കിൽ നിന്നാണത് നമുക്ക് മനസ്സിലാകുന്നത്? എൻഡിൽ പറയുന്നുണ്ട്, ഏരെ ജക്കം ജോഗോ നാഹി ജശെ യ ഗാവ് കഭി योग से भरेगा नहीं. ഗാന്ധിജി മഹാദേവ് ഭായി മരിച്ചതിന് ശേഷം പറയുന്ന വാക്കുകളാണിത്. നമ്മൾ ചാപ്റ്ററിൻ്റെ എൻഡിൽ പഠിച്ചിട്ടുണ്ട്. इन्हें എന്താണ് നിമ്നലിഖിത പ്രശ്നों के उत्तर 25-30 शब्द में लिखिए. गांधी ने महादेव को अपना वारिस कब कहा था? എപ്പോഴാണ് ഗാന്ധിജി മഹാദേവ് ഭായിയെ തൻ്റെ വാരിസായിട്ട്, സന്തത സഹചാരിയായിട്ട്, വാരിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഗാന്ധിജി ഇല്ലാത്ത സമയങ്ങളിൽ അദ്ദേഹത്തിൻ്റെതായ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ആള്. അപ്പോൾ ഗാന്ധിജി जब 1919 में ജാലിയൻ ബാഗ് വാല ഹത്യാകാണ്ഡ के बाद, അപ്പോൾ 1919 ജാലിയൻ വാലാബാഗിൽ ആ ഹത്യാകാണ്ഡ, ഹത്യാകാണ്ഡം എന്ന് പറഞ്ഞാൽ കുറേ പേര് കൊല്ലപ്പെട്ട ആ സംഭവത്തിൽ പഞ്ചാബ് ചാരഖേദ, അതിനുശേഷം പഞ്ചാബിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പൽവൽ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഉന്നെ ഗിരഫ്താർ കർ ലിയാ ഗയ, അദ്ദേഹത്തെ ബ്രിട്ടീഷുകാരെ അറസ്റ്റ് ചെയ്തു. ഗിരഫ്താർ എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യുക. തബി ഗാന്ധിജിനെ മഹാദേവ് ഭായിക്കോ അപ്പന വാരിസ് കഹാദ, അപ്പോഴാണ് അങ്ങനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചപ്പോഴാണ് മഹാദേവ് ഭായിനെ തൻ്റെ വാരിസായിട്ട്, തൻ്റെ മറ്റുള്ള ചുമതലകളൊക്കെ ഏൽപ്പിക്കുന്ന ഉദ്യോഗസ്ഥനായിട്ട് നിയമിച്ചത്. ഗാന്ധിജി സെ മിൽനെ ആനെ വാലോ കെ ലിയെ മഹാദേവ് ഭായി ക്യാ കർത്തേ थे? ഗാന്ധിജിയെ മീറ്റ് ചെയ്യാൻ വരുന്ന ആൾക്കാരെ മഹാദേവ് ഭായി എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തിരുന്നത്? ഗാന്ധിജി സെ മിൽനെ ആനെ വാലോം സെ മഹാദേവ് ജി ഖുദ് മിൽത്തേ थे, അദ്ദേഹം സ്വയം അവരായിട്ട് ആദ്യം സംസാരിക്കും. ഉൻകി സമസ്യായ സുൻതേ ഉൻകി സംക്ഷിപ്ത ടിപ്പണി, അവരുടെ പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്ന് കേൾക്കുകയും അതിൻ്റെ ഒരു ചെറിയ ഷോർട്ട്, അതിൻ്റെ ഒരു സംക്ഷിപ്ത ടിപ്പണി എന്ന് പറഞ്ഞാൽ അത് ഷോർട്ടായിട്ട് എഴുതിയെടുക്കുകയും തയ്യാർ കർത്തേ और ഗാന്ധിജി കോ ബത്താത്തേ ദേ, ഗാന്ധിജിയെ എല്ലാം പറഞ്ഞ് കേൾപ്പിക്കുകയും ചെയ്തിരുന്നു. ഇസ്കെ ബാദ് വേ ആനെ വാലോ കോ ഗാന്ധിജി സെ മുലാഖാത്ത് ബി കർവാത്തേ ദേ, അതിനുശേഷം ഗാന്ധിജിയുമായിട്ട് ഇവർ മീറ്റ് ചെയ്യിപ്പിക്കുമായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മഹാദേവ് ഭായിക്ക് സാഹിത്യക് ദേൻ ക്യാ ഹെ? മഹാദേവ് ഭായിയുടെ സാഹിത്യമായിട്ടുള്ള എന്തെല്ലാമാണ് അദ്ദേഹം നമുക്ക് തന്നിട്ടുള്ളത്? महादेव भाई ने सत्य का प्रयोग का अंग्रेजी अनुवाद किया जो गांधी जी की आत्मकथा दी. മഹാദേവ് ഭായി എന്ത് ചെയ്തു? ഗാന്ധിജിയുടെ ആത്മകഥയായ സത്യ കാ പ്രയോഗ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. വേ പ്രതിദിൻ ഡയറി ലിഖ്തേ थे, അദ്ദേഹം ഡെയിലി തൻ്റെ കാര്യങ്ങളെല്ലാം ഒരു ഡയറിയിൽ എഴുതിയിരുന്നു. ശരത് ബാബു ടാഗോർ ആദി കി കഹാനിയാം കാ ഭി അനുവാദ് കിയ, ശരത് ബാബുവിൻ്റെയും ടാഗോറിൻ്റെയും സ്റ്റോറികളെല്ലാം അദ്ദേഹം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. അവർ യങ് ഇന്ത്യാമേ ലേഖ ലിഖ്തേ थे, അത് മാത്രമല്ല യങ് ഇന്ത്യയിൽ അദ്ദേഹം ലേഖനങ്ങളും എഴുതിയിരുന്നു. മഹാദേവ് ഭായിക്ക് അകാല മൃത്യു കാ കാരണം, അദ്ദേഹത്തിൻ്റെ പെട്ടെന്നുള്ള മരണത്തിൻ്റേത് കാരണം എന്തായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. മഹാദേവ് ഭായി ബരി ഗർമി മേ വർദ്ധേ സെ പൈദൽ ചൽക്കർ സേവാഗ്രാം ആത്തേ ദേ അവർ ജാത്തേ ദേ, മഹാദേവ് ഭായി എന്താണ് ആ നല്ല ചൂടുള്ള സമയത്ത് വർദ്ധയിൽ നിന്നും പൈദൽ ചൽക്കർ കാൽനടയായിട്ട് സേവാഗ്രാമിലാണ് ഗാന്ധിജി താമസിച്ചിരുന്നത്. അപ്പോൾ സേവാഗ്രാമിലേക്ക് ഭയങ്കര ചൂടത്ത് വർദ്ധയിൽ നിന്നും കാൽനടയായിട്ട് തന്നെ സേവാഗ്രാമിലേക്ക് ഡെയിലി വന്നുകൊണ്ടിരുന്നു. ആത്തേ ജാത്തേത എന്ന് പറഞ്ഞാൽ ഡെയിലി വരികയും പോവുകയും ചെയ്തിരുന്നു. മീൽ റോസ് ഗർമി മേ, അപ്പോൾ ഡെയിലിയുള്ള ഈ ദൂരം, ആ ചൂടത്തുള്ള ആ നടപ്പും കാരണം പൈദൽ ചലനേസെ സ്വാസ്ഥ്യ പർ ബുരാ പ്രഭാവ് പടനെ പർ, ആരോഗ്യം വളരെ മോശമായി തീരുകയും ഉസ്കി അകാല മൃത്യു ഹോകുകയും, അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുന്നത്. മഹാദേവ് ഭായിക്ക് ലിഖേ നോട്ട് കെ വിഷയമേ ഗാന്ധിജി ക്യാ കഹത്തെ थे?
മഹാദേവ് ബായിക്ക് ലിഖേ നോട്ട് കെ വിഷയമേ മഹാദേവ് ബായി എഴുതിയ നോട്ടിനെ കുറിച്ച് ഷോർട്ടായിട്ട് അദ്ദേഹം മറ്റുള്ളവർ പറയുന്നത് കേട്ടുകൊണ്ട് അദ്ദേഹം ഒരു ചെറിയ ഷോർട്ട് നോട്ട് തയ്യാറാക്കുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് ഗാന്ധിജി എന്താണ് മറ്റുള്ളവരോട് പറഞ്ഞിരുന്നത്? മഹാദേവ് ബായിക്ക് ലിഖേ നോട്ട് കെ വിഷയമേ ഗാന്ധിജി കത്തെ ദേക്കി വേ സട്ടീക്ക് ഹോത്തേ. സട്ടീക്ക് എന്ന് പറഞ്ഞാൽ യാതൊരുവിധ തെറ്റും ഇല്ലാണ്ട് നല്ല നീറ്റായിരിക്കും. ഉന്മേ കബി കോമ തക്കി ഗലത്തി ബി നഹി ഹോഗി. ഒരു കോമ പോലും ഇല്ലാണ്ടിരിക്കില്ല. അതായത് ഒരു കോമ പോലും വിടാതെയാണ്, മറക്കാതെയാണ് അദ്ദേഹം ആ നോട്ട് തയ്യാറാക്കിയിരുന്നത്. അഗർ കിസിക്ക് ടൈപ്പ് കർവായി ബാത്ചീത് മേ കമിയാ ഹേത്തോ. ഇനി ആരെങ്കിലും ഈ പറയുന്നത് കേട്ടിട്ട് ടൈപ്പ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ അതിലെന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ ഗാന്ധിജി ഉന്നെ കാത്തേ ദേക്കി. ഗാന്ധിജി എന്ത് പറയും അവരോട്? മഹാദേവ്ക്ക് നോട്ട്സെ മിലാൻ കർ ലേന ചാഹിയദാന. മഹാദേവിൻ്റെ നോട്ടുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാമായിരുന്നില്ലേ എന്ന് ചോദിക്കും. അത്രയ്ക്കും നീറ്റായിരുന്നു ആരുടെ നോട്ട്? മഹാദേവ് ബായിയുടെ നോട്ട്. അദ്ദേഹത്തിൻ്റെ ഹാൻഡ് റൈറ്റിങ്ങും വളരെയധികം ഭംഗിയുള്ളതായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. നിമ്നലിഖിത പ്രശ്നോं के उत्तर 50-60 शब्दों में लिखिए. പഞ്ചാബ് में फौजी शासन में क्या कहर बरसाया. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ 50-60 സെൻറ്റൻസിൽ എഴുതണം. പഞ്ചാബിൽ ഫൗജി ശാസൻ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് സർക്കാർ ക്യാ കഹർ ബർസായി. എന്ത് കഹർ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, കോലാഹലങ്ങളാണ് പുറപ്പെടുവിപ്പിച്ചത്. पंजाब में फौजी शासन ने अधिकतर नेताओं को गिरफ्तार करके जन्म कैदी की सजाएं देकर काला पानी भेज दिया. പഞ്ചാബിൽ ബ്രിട്ടീഷ് സർക്കാർ കൂടുതൽ അധികൃതർ എന്ന് പറഞ്ഞാൽ ഒരുപാട് നേതാക്കന്മാരെ ഗിരഫ്താർ അറസ്റ്റ് ചെയ്തിട്ട് ജന്മ കൈദിക്ക് സജായ, അതായത് ജീവൻ മുഴുവനും ആജീവനാന്തം പറയില്ലേ, അങ്ങനെ എവിടെ അയച്ചു? കാലാപാനിയിൽ നിന്നുള്ള ആ ഒരു ജയിലിലേക്ക് അയച്ചു. രാഷ്ട്രീയ ദൈനിക് ദിൻ ട്രിബ്യൂൺ കെ സമ്പാദക്കോ. രാഷ്ട്രീയ ദൈനിക് പന്നല്ല പത്രം എന്നാണ്. എന്താണ് ഒരു ഡെയിലി ദിനപത്രമായ ആ ട്രിബ്യൂണിൻ്റെ എഡിറ്ററിനെ എന്ത് ചെയ്തു? 10 വർഷത്തെ ജയിൽ ശിക്ഷ കൊടുത്തിട്ട് അവർ പണിഷ്മെൻ്റ് ആയിട്ട് കൊടുത്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? महादेव जी के किन गुणों ने उन्हें सबका लाडला बना दिया था? മഹാദേവ് ബായിയുടെ ഏതെല്ലാം ഗുണങ്ങളാണ് അദ്ദേഹത്തെ എല്ലാവർക്കും ഇഷ്ടപ്പെടാനുണ്ടായ കാരണം? മഹാദേവ് ജി പ്രതിഭാസമ്പന്ന വ്യക്തിത്വം. അദ്ദേഹം വളരെയധികം പ്രതിഭാസമ്പന്നം എന്ന് പറഞ്ഞാൽ എന്താണ്? കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു. കർത്തവ്യനിഷ്ഠത. അദ്ദേഹം വളരെയധികം പഞ്ച്വാലിറ്റി ഉള്ള ഒരു വ്യക്തിയായിരുന്നു. ആനെ വാലെ ലോഗോं के साथ വിനമ്ര സ്വഭാവ കെ സാത്ത് സഹयोग करते थे. എന്താണ്? കാണാൻ വരുന്നവരോട് അദ്ദേഹം വളരെ വിനയത്തോടു കൂടിയാണ് പെരുമാറിയിരുന്നത്. ഉൻകെ ലേഖൻ ശൈലി സെ സഭി പ്രഭാവിത് ഹോ ഉടുത്താത. അദ്ദേഹത്തിൻ്റെ ലേഖനം എഴുതുന്ന ശൈലി എല്ലാവർക്കും വളരെയധികം ഇഷ്ടമായിരുന്നു. വേ കട്ടർ വിരോധം കെ സാത്ത് ബി സത്യനിഷ്ഠത സെ ബാത് കർത്തേ थे. അദ്ദേഹം കട്ടർ വിരോധി എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെയധികം അദ്ദേഹത്തെ എതിർക്കുന്ന ആളുകളോട് പോലും അദ്ദേഹം എങ്ങനെയാണ് പെരുമാറിയിരുന്നത്? വളരെയധികം സത്യത്തോടെ അല്ലെങ്കിൽ വളരെയധികം സ്നേഹത്തോടെയാണ് പെരുമാറിയിരുന്നത്. ദേശ് വിദേശ് മേ ബി വേ ലോകപ്രിയ ബൻ ചുക്കെ. ദേശത്തും അതുപോലെ തന്നെ വിദേശത്തും അദ്ദേഹം ലോകപ്രിയനായി മാറി. ഇൻ സബി ഗുണോം സെ മഹാദേവ് സബ്ക ലാഡ്ല ബനാ ദിയാ था. അപ്പോൾ ഈ ഗുണങ്ങളെല്ലാം കൊണ്ടാണ് അദ്ദേഹം എല്ലാവർക്കും വേണ്ടപ്പെട്ടവനായിട്ട് അല്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടവനായിട്ട് മാറിയത്. മഹാദേവ് ജിക്ക് ലിഖാവട്ക്ക് ക്യാ വിശേഷത? ഇനി അദ്ദേഹത്തിൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ എഴുത്തിന് എന്ത് വിശേഷതയാണ് ഉണ്ടായിരുന്നത്? മഹാദേവിക്ക് ലിഖാവട്ട് ബഹു സുന്ദർദി. അദ്ദേഹത്തിൻ്റെ ഹാൻഡ് റൈറ്റിംഗ്, ലിഖാവട്ട് എന്ന് പറഞ്ഞാൽ ഹാൻഡ് റൈറ്റിംഗ് വളരെയധികം ഭംഗിയുള്ളതായിരുന്നു. എനിക്ക് അക്ഷരോങ്ക കൊയ് സാനി നഹി. അദ്ദേഹത്തിൻ്റെ അക്ഷരങ്ങളായിട്ട് സാനി നഹി എന്ന് പറഞ്ഞാൽ ആരായിട്ടും താരതമ്യം ചെയ്യാൻ പറ്റില്ല. അത്രയ്ക്കും നല്ല ഭംഗിയുള്ള ഹാൻഡ് റൈറ്റിംഗ് ആയിരുന്നു. എനിക്ക് ലിഖേ നോട്ടോമേ കോമ തക്കി ഗലത്തി നഹി ഹോത്തി. ഇനി എന്താണ്? അദ്ദേഹം എഴുതിയ നോട്ടുകളിൽ ഒരു കോമ പോലും തെറ്റായിട്ട് നമുക്ക് കാണാൻ പറ്റില്ലായിരുന്നു. വൈസ്രോയ്ക്കോ ജാനേവാലെ പത്ര. വൈസ്രോയ്ക്ക് ഗാന്ധിജി എഴുതുന്ന ലെറ്ററുകളെല്ലാം ഗാന്ധിജി ഹമേശ മഹാദേവ് ജി സെ ലിഖ്വാത്തേതേ. ഗാന്ധിജി വൈസ്രോയ്ക്ക് അയക്കുന്ന എല്ലാ ലെറ്ററുകളും ആരാണ് എഴുതിയിരുന്നത്? മഹാദേവ്. ഉനക്ക് ലേഖൻ പഠനേസെ സബ്കോ മന്ത്രമുക്ത് കർ ദേത്താ. അദ്ദേഹത്തിൻ്റെ ലേഖനം വായിക്കുന്ന എല്ലാവരെയും ഒരു
മനസ്സിനെ വളരെയധികം എന്താണ് ഫ്രീ ആക്കുക, സന്തോഷവാനാക്കുന്ന രീതിയിലുള്ളതായിരുന്നു. ബഡേ ബഡേ സിവിലിയൻ അവർ ഗവർണർ കഹാ കർത്തേത്, വലിയ വലിയ സിവിലിയന്മാരും അതുപോലെ തന്നെ ഗവർണറും എന്താ പറഞ്ഞിരുന്നത്, സാരേ ബ്രിട്ടീഷ് സർവീസോമേ ഉൻകെ സമാൻ, ഈ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ ഉൻകെ സമാൻ, അതായത് മഹാദേവിനെ പോലെ അക്ഷർ ലിഖ്നേവാല, അക്ഷരങ്ങൾ എഴുതുന്ന ആരും തന്നെ ഇല്ലെന്നായിരുന്നു പറഞ്ഞിരുന്നത്.